എല്ലാവർക്കും കൃപാസ് ഹോം ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്താണെന്നല്ലേ? എന്നും നമുക്ക് ഒരേപോലെ ഇരിക്കുന്ന കറി തന്നെ കഴിച്ചാൽ എങ്ങനെയാണ്? അപ്പോൾ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ, അതിലുപരി എളുപ്പത്തിലും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അത് അപ്പത്തിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും പറ്റിയ ഒരു കറി. ഇത് നമുക്ക് വരട്ടാനൊന്നും പോവേണ്ട. ഒരു കുക്കറിൽ എല്ലാ ചേരുവകളും ചേർത്ത് 4 വിസിൽ വന്നതിന് ശേഷം ഒരു താളിപ്പോടെ നമ്മുടെ കറി റെഡി. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. വെള്ളക്കടല വെച്ചാണ് ഇത്. ഞാൻ ഒരു നൈറ്റ് ഫുള്ള് വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തതാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ഒരു കുക്കർ എടുക്കാം. കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. വേണ്ടി ഒരു മുഴുത്ത സബോള, ചെറുതാണെങ്കിൽ 2 എടുക്കാം. സബോള ചോപ്പ് ചെയ്തതാണ്. ഇത് ഒരു 5 വെളുത്തുള്ളി, ഒരു ഇടത്തരം ഇഞ്ചി കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. കറി ലീഫ്, 3 പച്ചമുളക്, ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനു വേണ്ടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യമായ ഉപ്പ്, പുളി, വാളംപുളിയാട്ടോ, ചെറിയ കഷ്ണാണ്, 2 ചെറിയ ബേ ലീഫ് കഷ്ണം, പട്ട, എണ്ണ, സൺഫ്ലവർ ഓയിൽ മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. 4 വിസില്, അതായത് കടല നന്നായി വേകുന്ന പരുവത്തിന് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ അടുപ്പിൽ വെച്ചു. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 4 വിസിൽ വന്നോളം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സ്റ്റീമൊക്കെ പോയി നമുക്ക് ഉപ്പൊക്കെ നോക്കാം. എല്ലാം പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതിലുള്ള ഈ ബേ ലീഫൊക്കെ എടുത്ത് കളയാം. വലിയ ലീഫൊക്കെ എടുത്ത് കളയാം. ഈ വലിയ കറുവാപ്പട്ട ഒരു പാൻ അടുപ്പിൽ വയ്ക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ജീരകം, സാദാ ജീരകമാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കടല ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം ശർക്കരയാണ് ഒഴിക്കുന്നത്, 2 ടേബിൾ സ്പൂൺ ശർക്കര. ഇനി നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട്, എരിവും പുളിയൊക്കെ നോക്കിയിട്ട് ഏതാണ്ട് എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പം ഈ പാത്രം കഴുകി അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം മല്ലിയില വിതറി കൊടുക്കാം. ചാറിനനുസരിച്ച് ആക്കിയാൽ മതി. ഇത് ഒരല്പം കൂടെ പറ്റി വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആവും. ഗ്യാസും ഇല്ല, പക്ഷെ നല്ല ടേസ്റ്റ്, നല്ല മണം, ഇതെല്ലാം ഉള്ള നല്ലൊരു കറിയാണ്. ഇച്ചിരി ഒരുപോലെയല്ല, ഇച്ചിരിയുടെ വെറൈറ്റി ആയിട്ട് ഒരു വ്യത്യാസമായ രീതിയിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറന്നു പോകരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ നിങ്ങളെല്ലാവരും എന്നെ കാത്തിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.